മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി തുറക്കുന്നതിൽ തീരുമാനം. ഇന്ന് 2 ദിവസത്തിനകം സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. അതേസമയം കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കടന്ന് കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണല്ലേ? തീർച്ചയായും കാളിദാസ്, എന്തായാലും ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് ഹൈക്കോടതിയെ തങ്ങൾ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇത് വെറും ഒരാൾ മരിച്ച് അത് കല്ലറ തുറന്ന് പുറത്തെടുക്കുക എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ ലാഘവത്തോടെ പോലീസ് ഇതിനൊരിക്കലും കാണരുത് എന്നാണ് ഈ അഭിഭാഷകൻ അടക്കം തന്നെ വ്യക്തമാക്കുന്നത്. ഈ കളക്ടറുടെ കല്ലറ പൊളിക്കാനുള്ള ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം ഒരുങ്ങുന്നത്. അത് തന്നെയാണ് ഈ അഭിഭാഷകൻ അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണെങ്കിലും പോലീസും ഈ ഫോറൻസിക് സംഘം അടക്കം തന്നെ ഈ സ്ഥലത്തെത്തി അല്ലെങ്കിൽ ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം തന്നെ ഉണ്ടായിരുന്നു. ഈ കുടുംബമാണെങ്കിലും കൂടാതെ ഈ നാട്ടുകാരാണെങ്കിലും ഈ ഹൈന്ദവ സംഘടനകളാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെയായിരുന്നു രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു ഈ കുടുംബമടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഇന്ന് കുടുംബത്തോട് സംസാരിച്ചപ്പോഴും ഈ കുടുംബം പറഞ്ഞതും ഇത് തന്നെയാണ്. അഭിഭാഷകനോടും കൂടാതെ ഈ ഹൈന്ദവ ഹിന്ദു സംഘടനകളോടും സംസാരിച്ച ശേഷം മാത്രമേ മറ്റു നടപടിക്രമങ്ങളിലേക്ക് താങ്കൾ കടക്കുകയുള്ളൂ എന്നാണ് ഈ കുടുംബമടക്കം തന്നെ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കുന്നത്. പോലീസ് എന്തായാലും ഈ നടപടിക്രമങ്ങളുമായി അല്ലെങ്കിൽ ഈ കല്ലറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടവും പോലീസും അടക്കം തന്നെ എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ക്രമസമാധാന നില മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇന്നലെ തൽക്കാലത്തേക്ക് കല്ലറ പൊളിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ ഹൈന്ദവ സംഘടനകളുമായി വീണ്ടും ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം എന്ന് ഈ കല്ലറ പൊളിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബമടക്കം ഈ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ സമാധിയായി ഗോപൻ സ്വാമി സമാധിയായി എന്ന് തന്നെയാണ് ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ മൊഴികളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഈ കുടുംബമാണെങ്കിലും കൂടാതെ ഈ ബന്ധുക്കളാണെങ്കിലും നൽകുന്ന കാര്യങ്ങളടക്കം തന്നെ പറയുന്ന കാര്യങ്ങളിലടക്കം തന്നെ നൽകുന്ന മൊഴികളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. പരാതി ഈ ഗോപൻ സ്വാമിയെ കാണുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിന്മേലുള്ള അന്വേഷണമാണ് എന്തായാലും ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ഈ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനം അല്ലെങ്കിൽ എന്ന് പൊളിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കാളിദാസ്, തീർച്ചയായും പിന്നെ എന്തായാലും ഇന്നത്തെ ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ കുടുംബത്തിന്റെ ഈ ഒരു കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിനും ഒരു മാറ്റം ഉണ്ടായേക്കാം അല്ലേ? കാളിദാസ്, എന്തായാലും ഈ ജില്ലാ ഭരണകൂടം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എത്ര പ്രതിഷേധമുണ്ടായാലും തങ്ങൾ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും, ഈ കല്ലറ പൊളിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചർച്ച നടത്തിയാലും പ്രധാനമായും പോലീസ് ഉന്നയിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ ജില്ലാ ഭരണകൂടം ഉന്നയിക്കുന്ന കാര്യവും ഇത് തന്നെയായിരിക്കും. ഈ കല്ലറ പൊളിച്ചേ മതിയാകൂ, ഈ കല്ലറ പൊളിക്കുന്നതുമായി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരിക്കും ഈ കുടുംബത്തോട് പ്രധാനമായും ഈ ജില്ലാ ഭരണകൂടമാണെങ്കിലും അടക്കം വ്യക്തമാക്കുക. എന്തായാലും അതിന് സംബന്ധിച്ചാലും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ അനുകൂല നിലപാടുണ്ടായാലും പ്രതികൂല നിലപാടുണ്ടായാലും ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് തന്നെയായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം തന്നെ പോവുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിനുള്ള ഒരു അനുകൂല നിലപാട് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഹൈക്കോടതിയിൽ നിന്ന് ഒരു
സ്റ്റേ ലഭിച്ചാൽ, ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള ഒരു സ്റ്റേ ലഭിച്ചാൽ മാത്രമേ കുടുംബത്തിന് ആശ്വാസം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഹൈക്കോടതി ഇതിന് സമ്മതിച്ചില്ല എങ്കിൽ അത് കുടുംബത്തിന് വീണ്ടും ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും പോലീസ് നിലപാട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഈ ഹൈന്ദവ സംഘടനകളോടും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. പ്രധാനമായും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നിലവിലുള്ളപ്പോൾ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതും ഒരു മാൻമിസ്സിംഗ് കേസാണ്. ആളെ ഗോപൻ സ്വാമിയെ കാണുന്നില്ല എന്നാണ് ഒരു ന്യൂസ് അല്ലെങ്കിൽ പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പരാതിയിന്മേലുള്ള അന്വേഷണം നടത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കൂടാതെ തന്നെ ഈ നാട്ടുകാരിൽ പലരാണെങ്കിലും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിയെ കാണുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പരാതി പോലീസ് അടക്കം തന്നെ ഉന്നയിക്കുന്ന പോലീസിലേക്ക് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ പരാതിയിന്മേലെല്ലാം തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ എന്തായാലും ആരംഭിക്കുക. കാളിദാസ്, അതെ, അതുതന്നെയാണ്. എന്തായാലും കോടതിയെ സമീപിക്കാൻ കുടുംബം തീരുമാനിച്ചപ്പോൾ നിയമപാലകരുടെ ഭാഗത്തു നിന്നും തീർച്ചയായും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രതിഷേധങ്ങളൊന്നും കണക്കാക്കാതെ തന്നെ കല്ലറ പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിയമപാലകരുമുള്ളത്. ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ട്. എന്നാൽ കുടുംബം കോടതിയെ സമീപിച്ച് ഒരു സ്റ്റേ വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു കാര്യത്തിലേക്കെല്ലാം നടപടികളെല്ലാം നീങ്ങുകയുള്ളൂ. വിനയ രാജാണ് വിവരങ്ങൾ തന്നത്. വിനയ, മറ്റൊരു വാർത്ത